നമ്മൾ ഇന്ന് കാണുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൽ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഒരു ഡിസൈൻ ഉണ്ട്. അതേപോലെ തന്നെ മൊഡാൽ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ട് ഫ്ലോറൽ പാറ്റേണിൽ ഇതും ഒരു ഡിഫറെൻറ്റ് ആണ്. ഡിസൈനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കോട്ടയിലുള്ള പാറ്റേൺ തന്നെ നോക്കാം. ഫസ്റ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് പൗഡർ ബ്ലൂ ടോണിലോട്ടാണ്. ഫ്രണ്ട് പോർഷനിലോട്ടാണ് ആ ഒരു എംബ്രോയ്ഡറി ഫുള്ളായിട്ട് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. ചെറിയ ഒരു ജാലി പാറ്റേണിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. അതുപോലെ നെക്കിലേക്ക് ഷാർപ്പ് വി പാറ്റേൺ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചുറ്റും ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്ത് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് ഫുൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള പ്യുവർ സോഫ്റ്റ് കോട്ടയിലോട്ട് വരും. ദുപ്പട്ട വന്നിരിക്കുന്നതും കോട്ടൺ സെയിം ക്വാളിറ്റി കോട്ടൺ തന്നെയാണ്. അതിലേക്കും എംബ്രോയ്ഡറി ആണ് വരുന്നത്. രണ്ട് സൈഡിലും സ്കാലപ്പ് പാറ്റേണിലുള്ള എംബ്രോയ്ഡറി, ടോപ്പിലുള്ള പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഡിസൈൻ. അതുപോലെ സ്കാലപ്പ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതേപോലെ ചെറിയ മോട്ടീവ്സും എംബ്രോയ്ഡറി ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് മിഡിൽ പോർഷനിലുണ്ട്. ഏറ്റവും എൻഡിലേക്ക് ഇതുപോലെ ക്രോഷ്യ ലേസും കൊടുത്തിട്ടുണ്ട്, ചെറിയ ക്രോഷ്യ ലേസ്. പിന്നെ ഈവൻ ടോപ്പിൻ്റെ ഹെൻലൈനിലോട്ടും ആ ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ ഫാബ്രിക്കിലോട്ടാണ് വരുന്നത്. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മിൻറ്റ് ഗ്രീൻ കളറിലോട്ടാണ്. ഇപ്പോൾ നെക്കിലേക്കുള്ള ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിലും ഓരോ കളറിനനുസരിച്ചിട്ടാണ് ഈ ഒരു കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അതേ പാറ്റേണിൽ ദുപ്പട്ട. പിന്നെ നെക്സ്റ്റ് കളറിൽ വന്നിട്ടുള്ളത് ഒരു ബേബി യെല്ലോ ടോണിലോട്ടാണ്. അതും അതെ, എല്ലാം സെയിം ഡിസൈൻ തന്നെ. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പിങ്ക് കളറിൽ. മൊഡാൽ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ നമ്മൾ അജ്രക്കിൻ്റെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളുണ്ടല്ലോ, അതേ ഒരു പാറ്റേണിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലോറൽ ഡിസൈൻ ഇപ്പോൾ കാണുന്ന പോലത്തെ വലിയ പ്രിൻറ്റുകളാണല്ലോ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. അതുപോലെ ഒരു ഡിഫറെൻ്റ് ആണ് ഇതിലോട്ട് വന്നിരിക്കുന്ന പ്രിൻസും. ഇതൊരു ടീൽ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ടോണാണ്. ഒരു ഓഫ് വൈറ്റ് ക്രീമി ഷെയ്ഡാണ് ബേസ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിലേക്കാണ് ടീൽ ബ്ലൂവും അതുപോലെ ഒരു ഗ്രീനിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനിലുള്ള ബ്ലോക്ക് പ്രിൻസ് ആണ് ഇതിലോട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ ബോർഡറും വരുന്നുണ്ട് വൺ സൈഡ്. ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ്. അതിലോട്ടും കംപ്ലീറ്റ്ലി ബ്ലോക്ക് പ്രിൻസ് ആണ് വരുന്നത്. മിഡിൽ പോർഷനിലെല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകൾ, എൻഡിലേക്ക് വരുമ്പോൾ ടോപ്പിലുള്ള പാറ്റേണിലുള്ള പ്രിൻസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് കോട്ടണിലാണ്. ഇതിൽ കളേഴ്സ് വരുന്നത് ഒന്ന് കാഷിഷാണ്. കാഷി ഷെയ്ഡിലോട്ട് ഗ്രീനിൻ്റെ കോമ്പിനേഷനോട് വന്നിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ. ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന കോറൽ റെഡ് ടോണിലോട്ട്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കളറ്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന യെല്ലോയാണ്. യെല്ലോയിലോട്ടും ആ സെയിം പാറ്റേണിലുള്ള പ്രിൻറ്റുകൾ തന്നെയാണ്. ഈവൻ ആ ബ്ലാക്ക് കളറൊക്കെ കുറച്ചുകൂടി എടുത്ത് കാണുന്നുണ്ട് യെല്ലോയിലോട്ട് വരുമ്പോൾ. ഇങ്ങനെ 4 കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2529 റേഞ്ചിലുമാണ്. ഇന്ന് കാണിച്ച അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, www.dctclothing.store. താങ്ക്സ് ഫോർ വാച്ചിങ്.